ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇന്ന് കെ.വി. ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നൊരു മിന്നൽ പരിശോധന നടന്നിരിക്കുകയാണ്. കൊല്ലത്താണ് KSRTC ബസ് തടഞ്ഞു നിർത്തി അദ്ദേഹം ഒരു മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വണ്ടിയുടെ ഡാഷ്ബോർഡിലൊക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് മന്ത്രി ഇതിൽ പ്രകോപിതനായിട്ടാണ് ബസ് തടയുകയും തുടർന്ന് അവിടെ പരിശോധന നടത്തുകയും ഈ KSRTC ജീവനക്കാരെ വഴക്ക് പറയുന്നുണ്ട്, അവരെ ശകാരിക്കുന്നുണ്ട്, ഫൈൻ ഈടാക്കുമെന്ന് പറയുന്നുണ്ട്, സർക്കുലർ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് മന്ത്രിയുടെ ഈ നടപടി നോക്കി കാണുന്നത്? അല്ല, അത് ഞാൻ യശസ്വരനായ ശ്രീ PR കുറുപ്പ് സാറ് ഗതാഗത മന്ത്രിയായ കാലം തൊട്ട് സംസ്ഥാനത്തിന്റെ റോഡ് സുരക്ഷാ കൗൺസിൽ മെമ്പറൊക്കെ ആയിരുന്നു. റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഒരു ഗതാഗത മന്ത്രി, ഒരു ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി റോഡിലിറങ്ങി ഒരു കഷ്ടപ്പെട്ട് ഈ ചൂടത്തൊക്കെ വരുന്ന ബസ്സുകാർ ഡ്രൈവറെ പിടിച്ചു നിർത്തി കൊടയുന്നത് ഞാൻ കണ്ടത്. അത് വേണമായിരുന്നോ? അദ്ദേഹത്തിന്റെ നിലയും വരെ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. കാര്യം ഇത് ചെയ്യേണ്ട സ്ഥലം ഡിപ്പോകളിലാണ്. ഓരോ ATOമാർക്കും നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡസ്റ്റ്ബിൻ, നിങ്ങളുടെ കുപ്പികളുടെ എല്ലാം ഒരു അനൗൺസ്മെന്റ് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ബസ് ഡിപ്പോകളിലും പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട്. അതിലൂടെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന പോലെ ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് ബഹുമാനപ്പെട്ട CMDAയുടെ ഓർഡർ ഉണ്ട്, ഇന്ന ആണ് ഓർഡർ നമ്പർ, ഇതനുസരിച്ച് നിങ്ങളുടെ വാഹനത്തിൽ ബസ്സിൽ എവിടെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ആ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. അദ്ദേഹം പൊതുനിരത്തിലിറങ്ങി ഗതാഗത തടസ്സമുണ്ടാക്കി ഈ ഒരു ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എനിക്ക് അദ്ദേഹത്തെ പറ്റി വലിയ മതിപ്പാണ്. പക്ഷെ ഇത് അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്ന, അദ്ദേഹത്തിന്റെ വണ്ടിക്കകത്ത് കുറെ ചമച്ചകളുണ്ട്. അദ്ദേഹം എപ്പം മന്ത്രി ആയാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹനടൻ അദ്ദേഹത്തിനെ വഴിതെറ്റിക്കാനും അദ്ദേഹത്തിന്റെ ഇത്രയും നല്ല പേഴ്സണാലിറ്റിയും പെർഫോമൻസും കുറയ്ക്കാനായിട്ട് വൃത്തികെട്ട കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. 2004-ലും 2005-ലും ഒക്കെ ഇതൊക്കെ സംഭവിച്ചേക്കുന്നത്. അദ്ദേഹം അത് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താ? കേരളത്തിന്റെ ഗതാഗത മന്ത്രിയാണ്. ഇപ്പൊ കനകക്കുന്ന് പാലസിൽ തന്നെ 52ഓളം പുതിയ വെഹിക്കിൾസ്, എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾസ്, സർക്കാരിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ട് പോലും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി 52ഓളം പുതിയ ബസ്സുകൾ ഇറക്കി. അദ്ദേഹം തന്നെ അത് ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. ഇതൊക്കെ കുറച്ചും കൂടി എന്താ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെക്കാൾ സീനിയറായ ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാൻ, മന്ത്രി എന്നുള്ള നിലയിലല്ല, ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ 90 കാലം തൊട്ട് അറിയുന്ന തിരുവനന്തപുരത്ത്. അദ്ദേഹം ബുള്ളറ്റ് മോട്ടോർ സൈക്കിളുമേ ചീറിപ്പായുന്ന സമയം തൊട്ട് ഞാൻ അദ്ദേഹത്തെ അറിയുന്നതാണ്. പ്രത്യേകിച്ചും ഒരു സിനിമ നടന്നുള്ളതിൽ അന്ന് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം കുറച്ചും കൂടി ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റോഡിലിറങ്ങി ചെയ്യുമ്പോഴേ ജനങ്ങളിൽ ഒരു മതിപ്പ് അദ്ദേഹത്തെ പറ്റിയുണ്ട്. അപ്പൊ അത് കളഞ്ഞു കുളിക്കരുതെന്നാണ്. ചെയ്യാനുള്ള വ്യക്തമായി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. KSRTC ബ്രേക്ക് ലൈറ്റ്, എത്ര ബസ്സുകൾക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, അത് നന്നാക്കാൻ അടിയന്തരമായിട്ട് അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കണം. ഡ്രൈവർമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ. ഡിപ്പോകളുടെ ശോചനീയ അവസ്ഥ, ഒരു ഡിപ്പോയിലും ബസ് സ്മൂത്ത് ആയിട്ട് കയറാനോ ഇറങ്ങാനോ പറ്റത്തില്ല. ഞാനിപ്പോ അങ്കമാലിക്കാരനാണ്. അങ്കമാലിയിലെ ബസ് ഡിപ്പോയിൽ മുഴുവൻ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് പണിത് മുകളിലെങ്ങും ആരും വാടകയ്ക്ക് എടുത്തിട്ടില്ല. പക്ഷേ ലോകത്തുള്ള ബൈക്കും കാറും മുഴുവൻ ആ ഡിപ്പോയിൽ പാർക്ക് ചെയ്തേക്കാം. അതാരാണ് അതിനെ ഒരു നിയന്ത്രണം വെക്കണ്ടേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു മന്ത്രി എന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അത് ചെയ്യാതെ പൊതുനിരത്തിൽ തടഞ്ഞു നിർത്തി ആ പാവപ്പെട്ട ഡ്രൈവറെ കൊടയുക, അദ്ദേഹത്തിന് ഒരു ഇൻസൾട്ട് ഉണ്ടാക്കുകയല്ലേ. ഈസ് ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. അപ്പൊ അവരുടെ അവകാശങ്ങൾ അവർ ചോദിച്ച് വാങ്ങുന്നുണ്ട്, വാങ്ങിക്കണം, കൊടുക്കണം. സോ ഇത് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകാനാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ ഡ്രൈവർമാര് ആകെ അവര് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവർ വണ്ടി ഓടിക്കുന്നത്. റോഡിലെ ഗതാഗത കുരുക്ക്, റോഡ് അപകടങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള ഇറിറ്റേഷൻസ് കൊണ്ടാണ്. അവർ സന്തോഷമായിട്ട് സൗകര്യമായിട്ട് ഓടിക്കട്ടെ. അവരിലുള്ള ഇമാതിരി കൊച്ചു കൊച്ചു കുറ്റങ്ങൾ ഡിപ്പോയില് ATOമാരാണ് ചെയ്യേണ്ടത്, അല്ലേ? അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടാതെ ഒരു നല്ല മന്ത്രിയാണല്ലോ. അദ്ദേഹത്തിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. ഇത് വേണ്ടിയിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥനയും അദ്ദേഹത്തോട് പറയാനുള്ളത്. നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു വാഹനം KSRTC ബസ് ജീവനക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്വകാര്യ ബസ്സുകളിലൊക്കെ തന്നെ കാണുന്നതാണ് ഈ ഡാഷ്ബോർഡിലും അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സുകളിലും ഒക്കെ തന്നെ ഒരുപാട് സ്റ്റിക്കറുകളും അതുപോലെ തന്നെ ഒരുപാട് അലങ്കാര പരിപാടികളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ തന്നെയും ചെയ്യുന്നത് തെറ്റല്ലേ? ഇത് നമ്മൾ ഒരു വാഹനം ഓടിക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കുറച്ച് മര്യാദകളില്ലേ? അതൊക്കെ എന്തെല്ലാമാണ് സാർ? അതായത് നമ്മുടെ മുന്നിലെയും പിന്നിലെയും വിൻഷീൽഡ് ക്ലിയർ ആൻഡ്
ക്ലീൻ ആയിരിക്കണമെന്ന് ഹൈവേ സേഫ്റ്റി കോഡ് എന്ന് പറഞ്ഞ ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് പബ്ലിക്കേഷനിൽ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് ഫ്രണ്ട് വിൻഷീൽഡ് ഡ്രൈവർമാർക്ക് വ്യക്തമായിട്ട് കാണണം, മുൻവശവും പിൻവശവും ഒക്കെ കാണാവുന്ന രീതിയിൽ രണ്ടു വശത്തെയും വിൻഷീൽഡുകൾ പരസ്യങ്ങളൊന്നും കൂടാതെ യാതൊരുവിധ ഡെക്കറേഷൻസ് കൂടാതെ എല്ലാ വെഹിക്കിൾസിനും, പ്രൈവറ്റ് ബസ്സായാലും നമ്മുടെ KSRTC ആയാലും പ്രൈവറ്റ് കാർ ആയാലും ഏത് വാഹനങ്ങളുടെയും വിൻഷീൽഡ് ക്ലീൻ ആൻഡ് ക്ലിയർ വേണമെന്നാണ് ഹൈവേ സേഫ്റ്റി കോഡ് പറയുന്നത്. അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ചെക്ക് ചെയ്യേണ്ടത്. KSRTCയുടെ ആണെങ്കിൽ അത് ഡിപ്പോയിൽ വരുമ്പോൾ ഞാൻ പല ഡിപ്പോയിൽ നോക്കാണ്ട് ആരും ഇറങ്ങി നോക്കാറില്ല ഇതിനെപ്പറ്റി. അവർ നോക്കണം, ഈ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ വൈപ്പർ മഴക്കാലത്ത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ, ഹെഡ്ലൈറ്റ് പ്രോപ്പർ ആണോ, ഇതിന്റെ പിന്നിലെ റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ശരിയായിട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് റോഡ് പൊതുനിരത്തിൽ ഇറങ്ങാവുന്ന ഒരു യോഗ്യത, ദാറ്റ് ഈസ് കോൾഡ് റോഡ് വർത്തി കണ്ടീഷൻ ആക്കാനായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി മുതൽ താഴേക്ക് ഡിപ്പോയിലെ മെക്കാനിക് വരെ ശ്രമിക്കേണ്ടത്. നമുക്ക് KSRTC നന്നാവണം. കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള ഒരു ഫ്ലീറ്റ് ഓഫ് വെഹിക്കിൾസ് ആണ് KSRTC. ഞാൻ KSRTC യാത്ര ചെയ്യുന്ന ഒരാളാണ്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ പെരുമാറ്റം, അവരുടെ വാഹനം എല്ലാം. ദാറ്റ് ഈസ് സെക്കൻഡ് ടു നൺ. പക്ഷേ ഇത്രയും ചെറുപ്പക്കാരനെ ഒരു മന്ത്രി വരുമ്പോൾ നമ്മൾ അതിൽ കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിമാരൊക്കെ പ്രായം കൂടിയ ആൾക്കാർ ഫീൽഡുമായിട്ട് മോട്ടോർ വെഹിക്കിളുമായിട്ടും ബസ്സുമായിട്ടൊന്നും വലിയ എന്താ പറയുക അറ്റാച്ച്മെന്റ് ഇല്ലാത്തവരാണ്. ഇദ്ദേഹം തന്നെ പലപ്പോഴും പുതിയ ബസ്സൊക്കെ ഓടിച്ച് ഞങ്ങളെ കാണിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ്, അദ്ദേഹം ചെയ്യണം. അദ്ദേഹം ആ ബസ്സിന്റെ പെർഫോമൻസ് എന്താണ്, അതിനകത്ത് സിറ്റിംഗ് പൊസിഷൻ എന്താണ്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു ഡ്രൈവറെയും മറ്റും അങ്ങനെ പൊതുനിരത്തിൽ ഇറക്കി ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹം ഒരു ചെറിയ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ല. അത് അദ്ദേഹം കരുതണം. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റോഡ് സേഫ്റ്റി തന്നെ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ത്രൂ പ്രോപ്പർ ചാനൽ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു റോഡ് സേഫ്റ്റി കമ്മീഷണർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് വേണ്ട രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും അദ്ദേഹം ഒന്ന് സഹകരിച്ചു പോകണം. കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരും റോഡിൽ ഇറങ്ങി പണി ചെയ്തു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലെ അപകടങ്ങൾ പമ്പ കടക്കും, നോ ഡൗട്ട്. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.